നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പോഡ്കാസ്റ്റായ കവട്ട പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം മാന്യസദസ്സിന് ഞാൻ കാച്ചൂറിക്ക് കവിതകളുടെ കർത്താവായ ശ്രീ വൈലോപ്പള്ളി ശ്രീരാമൻ്റെ എനിക്ക് കവിതയിലെ പൂക്കാൻ എന്ന അതിമനോഹരമായ കവിത തുടങ്ങിക്കൊണ്ട് ഞാനിവിടെ ഈ സംരംഭം കുറിക്കുകയാണ്. കവിത പാടാനായി ഞാൻ യദുവിനെ സ്വാഗതം ചെയ്യുന്നു. കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നടാ കവിത എന്ത് പാടാ? ഇഷ്ടപ്പെട്ട 4 വരി കവിത മൈക്കിങ്ങനെ വെച്ച് പാടും. കവിത എന്തോ നീ ഉദ്ദേശിക്കുന്നത്? പണ്ട് നിനക്ക് സ്കൂളിൽ നീ എന്നെ സാറ് പഠിപ്പിച്ച ഏതെങ്കിലും കവിതയോ പാരായണോ പോയമോ ഇതെല്ലാം ഒന്നാണ്, പക്ഷെ ഏതെങ്കിലും ഒന്ന് പാടിയാത്. അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി അതിലുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാനു പൊരുളീനും പോയി. അപ്പം ഈശ്വര പ്രാർത്ഥന പാടാനായി ഞാൻ യദുവിനെ ക്ഷണിച്ചോളും. അയ്യോ സോറി, സാധനം മാറിപ്പോയി. അപ്പം അടുത്ത് നല്ലൊരു അതിമനോഹരമായ പാട്ടിന് ഒരു തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ണി ഞാൻ കൊടുക്കുകയാണ്. നിനക്കടാ ഇങ്ങനെ പാട്ട് എല്ലാരും പെണ്ണുങ്ങളെ വിളിക്കുന്ന 4 കവിത. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എടേ നിങ്ങളെല്ലാരും എമ്പുരം കണ്ടോ? കണ്ടുണ്ട്. എങ്ങനെയുണ്ട്? പോസ്റ്റർ കണ്ടോ? പൈസ ഇല്ല ടിക്കറ്റ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്നാലും എനിക്ക് അതിൽ നമ്മളെ ആൻ്റണി പെരുമ്പാവൂർ ചേട്ടൻ്റെ ഇത് ഈ ഡോക്ടറായിരുന്നു ആൻ്റണി പെരുമ്പാവൂർ ചേട്ടൻ. അപ്പം ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രജിത്തിന് പെട്ടെന്നൊരു അസുഖം വന്നപ്പോൾ ചേട്ടൻ കണ്ടുപിടിച്ചു. അറ്റാക്കും അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. ചേട്ടൻ നോക്കി അങ്ങ് കണ്ടുപിടിച്ചതാണ്. അതിലൊരു പ്രത്യേകമായിട്ടുള്ളൊരു സീൻ എനിക്ക് പറയാനുള്ളത്. അത് ആ സീന് പറഞ്ഞാൽ സ്പോയിലർ ആവില്ലടാ. ഇത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ ഒരു എന്ന് പറഞ്ഞാൽ ഇന്ദ്രജിത്ത് ചേട്ടനെ സ്വിച്ച് ഓഫ് ചെയ്യണ കണക്ക് ഉറക്കിയും അങ്ങനെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അനസ്തേഷ്യ വെച്ച് എണീറ്റപ്പത്തേന് US-ലല്ലേ അത് ജില്ലയെ പഞ്ചായത്ത് മാറിപ്പോ ഗ്യാസ് കുറ്റുണ്ടായിരുന്നു അടുത്ത്. എന്നിട്ട് ഇന്ദ്രത്തേടെ നോക്കുമ്പോ ഇത് ഏത് പഞ്ചായത്ത്, ഇവിടുത്തെ മെമ്പർ ആര് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം ഐസും മറ്റും ഇതൊക്കെ കിടക്കുന്നത്. അതെന്തിനിടെ ഒരു ദിവസം കൊണ്ട് 4 സ്ഥലത്തൊക്കെ പോയിട്ട് പറഞ്ഞത്. എനിക്ക് ഗൈസ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞായിരുന്നു, കണ്ണടച്ച് കാണരുത്, അല്ല കണ്ണടച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്ന് വെച്ച് കാണുക. കണ്ണടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേറെ രാജ്യത്ത് പോകും. കേസ് ഞാൻ പറഞ്ഞു വന്നത് വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. കണ്ണ് തുറന്ന് വെച്ച് കാണുക. എല്ലാവർക്കും ഞാൻ ഈർക്കിൽ റെക്കമെൻഡ് ചെയ്യുന്നു കണ്ണിൽ വെച്ച് കാണാൻ. യദുവിൻ്റെ അടുത്ത് ചോദിക്കാം, ഉണ്ണിയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. ഉണ്ണി പടം കാണാത്ത ഞാൻ എന്തിനു കണക്കെ എന്തിനാ പറഞ്ഞാലും അതായി പോയി മറ്റേ അല്ലേ. പിന്നെ നമ്മളെ മെയിൻ വിഷയം വെച്ചാൽ നമ്മളിനി യദുവിന് കൈമാറുന്നതാണ്. ബൈ ദ വേ ഞാൻ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. ഇത് ഒരു പ്രമുഖനായ ഒരു വീഡിയോ ഇൻഫ്ലുവൻസറായ യദു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. യദു തുപ്പൽ തെറിച്ച് മൈക്കിൽ കയറിയിട്ട് ഇപ്പുറത്തോടെ വന്ന് ഓക്കെ യദു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അവൻ ഇൻഫ്ലുവൻസറാണ്. എന്തൊക്കെയാണെടാ? സുഖനാണ്. എന്താടാ അത്? അപ്പം പറഞ്ഞു വന്ന കാര്യം, ലൂസിഫർ കുറേ വർഗീയതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. നമുക്കതൊന്നും അറിയത്തില്ല. നിനക്കറിയോ അതിനെപ്പറ്റി? ഞാൻ അന്നില്ലേ എന്നാണ്, ജനിച്ചില്ലടാ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ വർഗീയതയാണ്. നീയോ? അറിഞ്ഞില്ല. വിശ്വ അപ്പോൾ ഞാൻ നമ്മൾ ആഴ്ചയിൽ ഒരു പോഡ്കാസ്റ്റ് ഞാൻ ഇതേപോലെ ഇടുന്നതായിരിക്കും. ഒരു വീഡിയോ ഈ ഇടയ്ക്ക് ഞാനൊരു ഇൻസ്റ്റ വീഡിയോ കണ്ടായിരുന്നു. ഒരുത്തൻ കലാപം മണിയെയും വേടനെയും വെച്ചൊക്കെയാണ് കമ്പയർ ചെയ്യാൻ വേണ്ടി. മേഡത്തിന് ആരെയാണ്? കലാപം മണിയാണ് വേടനെയാണ്. കുറേ മണി വേറൊരുത്തൻ വേടനെയാണോ വിശ്വ മ്യൂസിക്കിനാണോ ഇഷ്ടം? ഒരുത്തൻ വിശ്വ മ്യൂസിക് വിശ്വ പാട്ടറിയാ എൻ്റെ ബർത്ത്ഡേ. ഒരു ഇടിച്ചിക്കാൻ വയ്യാത്തൊരു പെണ്ണ് പാടിയ പാട്ടാണ്. വേടനെയും കലാപമണിയും ഈ വിഷയമൊക്കെ വെച്ച് എങ്ങനെ കമ്പയർ ചെയ്യാൻ തോന്നുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കത് മനസ്സിലാവണല്ലോ. മനസ്സിലില്ല. അതിന് പറ്റേയില്ല. രണ്ടുപേരും 2 ജനറാണോ? അതാണ്
എനിക്കറിയത്തില്ല. വേടൻ ഈസ് ലൈക്ക് ലിറ്റ്, കലോപണി ഈസ് ലൈക്ക് ലിറ്റ്, വിശ്വ ഈസ് ലൈക്ക് എന്നെ നോക്കല്ലേടാ. മുട്ടയില്ലാത്ത എനിക്ക് മറ്റേ ശരിയാകുന്ന ഈ വീഡിയോ കാണുമ്പോൾ ഒരു കമന്റ് ഡാപ്പർ വരും, നിനക്കൊക്കെ എന്തിന് കഴിവുണ്ടായിട്ടിരിക്കണം ഇങ്ങനെ അങ്ങനെ പറയണ വരും. അത് എങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തായിരിക്കും അതിന്റെ മറുപടി കൊടുക്കാനുള്ളത്? പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, വട്ടത്തി മുക്കിയ ഞാൻ വേണം ഇപ്പൊ അത് ഇപ്പൊ ഇവിടെ പോണെന്ന് ഞാൻ പോണെന്ന് പറഞ്ഞാൽ പോടാ. ഇപ്പൊ മുഖം മാറി നമുക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞ ആ ഏരിയ നമ്മൾ നിൽക്കാൻ പാടില്ല. അപ്പം പറഞ്ഞു വന്നൊരു കാര്യം, പറഞ്ഞു വന്ന കാര്യം, ഒരുപാട് ന്യൂസുകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. എന്താടാ ന്യൂസ്? ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ MDMA-യും ലഹരി വസ്തുക്കളും മയക്കുമരുന്നുകളും കൊച്ചു പിള്ളേരൊക്കെ യൂസ് ചെയ്ത് നശിച്ച് നാരായണക്കല്ലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് കൊച്ചു പിള്ളേർ വയ്ക്കണേനാ. കൊച്ചു പിള്ളേർ വെച്ചാൽ എളുപ്പം ചാവും, പിന്നെ വലിയവർ വെച്ചാൽ പെട്ടെന്ന് പതുക്കെ ചാവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ പൊതുവെ സുലഭമായിട്ട് വിഷയം ലഭിക്കുകയില്ല. സാധനം നാക്കുടക്കുന്ന മഴ പറയാൻ വേണ്ടി മയക്കടിച്ച് മറന്നുപോയി. എല്ലാവരും പറയുന്ന പിള്ളേർക്കൊക്കെ MDMA വാങ്ങാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടുന്നത്? നമുക്കൊക്കെ ആണെങ്കിൽ ഡി പോലും വാങ്ങിക്കാൻ പൈസ അപ്പോഴല്ലേ പണ്ടല്ല ചെയിന് കെട്ടിയാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു പള്ളം പിടിച്ചാണ് അമ്മ എന്നെ വിട്ടത്. ആ അവസ്ഥയുടെ എന്തോ. നമുക്ക് ഉണ്ണിയെടുത്ത് ചോദിക്കാം, എന്താണ് നിനക്ക് പറയാൻ? സത്യം പറഞ്ഞാൽ എൻ്റെ അറിവ് നിരോധിക്കാനുള്ള മദ്യമാണ്. അതൊരു ലൂസായി 2 സിപ്പ് അടിച്ചാണ്. ഇല്ല, മദ്യം നിരോധിച്ച് കഴിഞ്ഞാൽ പാതി പ്രശ്നം കഴിയും. കാരണം മദ്യം അടിച്ചിങ്ങനെ ഗ്രീൻ കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ മെയിനായിട്ട് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്ലാസ് വാങ്ങിക്കണം, ടച്ചപ്പ് വാങ്ങിക്കണം. ഇപ്പോൾ അങ്ങനെ പോലെ 1 ലിറ്റർ ജവാൻ്റെ ഇതിന് 450 എന്തോമാണ്. ഇപ്പോൾ എല്ലാം കൂടെ 2 മച്ച് എക്സ്പെൻസീവ് ആണ്. ഇവന്റെ അച്ഛനില്ലേ? അതല്ല അച്ഛനല്ലേ, അച്ഛൻ ഇല്ല 2 വട്ടം ഞാൻ നമ്മളെല്ലാം മരിച്ചതിന് ശേഷം മരിച്ചിന് കഴിച്ച നല്ലടാ പൊട്ടന്മാര്. നമ്മളെല്ലാം മരിച്ചതിന് ശേഷം മണ്ണിന്റെ അടിയിലാണ് പോണം. നോർമലാണ്, നീ അതല്ലേ പറയാൻ പറഞ്ഞ. ഉപ്പിലിട്ട് വെച്ചിരിക്കാൻ സാമിയടാ മറ്റേ ഷുഗറിന്റെയും BP-യും മരുന്നൊക്കെ കഴിച്ചിട്ട് പോയിരിക്കും. എന്നാ പവർ പോവില്ലേ? അലക്കല് കിട്ടും എന്റെ മണ്ടേല്. മിണ്ടിയില്ലടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം സാധനം മറന്നുപോയത്. മണ്ണിന്റെ അടി സാധനം മറന്നുപോയത്. അപ്പം 2080 ആകുമ്പോഴത്തേനും അവൻ്റെ അച്ഛൻ മൂത്രം ഒഴിച്ച് ഓടാൻ പറ്റുന്ന ഒരു വണ്ടി വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ അച്ഛനല്ല, ഇത് വേറെ മാമൻ. ഇവരെന്നെ ടാർജറ്റ് ചെയ്ത് നോക്കുകയാണ്, പ്രതികരിക്കണം. അപ്പൊ പറഞ്ഞു വന്ന കാര്യം മൂത്രം കറണ്ട് പോയല്ലേ. കോക്കി മറ്റേ സാധനം മറ്റേ വെളുത്തവന്മാരൊന്ന് പാട്ട് പാടും BTS. എന്തോന്നടാ അടിയാ ഈ കൊറിയൻ മറ്റേ BTS-നെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? തിരിച്ചു വയ്ക്കടാ, മാറിപ്പോയല്ല. നിനക്ക് BTS-നെ പറ്റി എന്താണ് അഭിപ്രായം? BTS-നെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്. എനിക്ക് ജപ്പാൻ മാത്രമേ അറിയാവുള്ളൂ. നിനക്കേതാ?
മാസ്ക് വെച്ചുള്ള പരിപാടി എനിക്ക് ഇഷ്ടം. എന്താ ഇഷ്ടം? നീ എന്താ ചിരിക്കുമ്പോ ഇത് വരണേ? അത് ഡോഗി സ്റ്റൈലിൽ പ്രണയിച്ചവൻ അങ്ങനെ പറ്റത്തുള്ളൂ. നേരത്തെ സംഭവം കറണ്ട് പോയി. കറണ്ട് അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. ബാക്കിലത്തെ പവർ ഞാൻ ഓഫ് ചെയ്തിട്ടായിരുന്നു നേരത്തെ. ഭയങ്കര പറ ബാക്കില്. ഭയങ്കര പാടാന്ന് പറഞ്ഞത്. കാർത്തി മുഖം മാറി സുടവേ തെറിയാതെ നീ മുട്ടി പോവല്ലേ. അപ്പോൾ നേരത്തെ കറണ്ട് പോയി, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലാഗ് വന്നത്. അപ്പോൾ നമുക്ക് വേറെ വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നിങ്ങൾ പറയൂ, നമ്മൾ സംസാരിക്കാം. അല്ലേടാ? കാണണില്ലടാ ഇപ്പൊ നമുക്ക് ഒരു വിഷയം എടുത്തിട്ട്. അല്ല അങ്ങനെയല്ല, അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ എന്ത് സാധനത്തിനെ പറ്റി സംസാരിക്കണം, അത് നമ്മൾ റാൻഡം ആയിട്ട് സംസാരിക്കണം. നിങ്ങൾ പറയുക, നമ്മളത് സംസാരിക്കാം. ആനകളിൽ ഏറ്റവും ഇഷ്ടം ആന ഏതാണ്? ആനകൾ എന്ന് പറഞ്ഞാൽ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ, തൃക്കടവൂർ ശിവരാജു, അതിനൊക്കെ പറ്റി. നിനക്ക് ഏതാ? പരക്കുംപൈ. മരക്കൊമ്പന? പരക്കുംപൈ. പരക്കുംപന പറഞ്ഞു. പക്ഷെ അരിക്കൊമ്പനെ ഇപ്പൊ കാണാനില്ല കേട്ടോ. മരിച്ചാ? അരിക്കൊമ്പന്റെ വേറെ ആരുമില്ല മരിച്ചത്. മറ്റേ ആനകൾ അങ്ങനെ പറയല്ലേ, നമ്മള് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ആനകളെ പറയുന്നത്. ആന ചരിഞ്ഞെന്നാണ് പറയാനുള്ള. ആന ചത്തം. അയ്യോ, ഇനി ആന ശവം മാത്രമേ വരാവുള്ളൂ, അതുകൊണ്ട് വാങ്ങിച്ചു തരല്ലേ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അടുത്ത ജന്മത്തിൽ നീ ആനയായിട്ട് ജനിച്ച് നിന്റെ മതം പൊട്ടി നീ തറ വീണ് നിന്റെ ഗുണകാമണിയൊക്കെ പിടിക്കണം ആലോചിക്കാണ് നീ. ഞാൻ പിണ്ടന്മാരി അറിയാൻ പറ്റില്ല നിന്നെ. ആനക്ക് കൈ കൊണ്ട് പിണ്ടമാനം പറ്റില്ല. മൂക്കിൽ ആനപ്പിണ്ട ആയി കഴിഞ്ഞാൽ തുമ്പിക്കൈ എന്ന് വെച്ചാൽ മൂക്കാണ്ടാ. തുമ്പിക്കൈയില് അപ്പി ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്വാസം വലിക്കാൻ പറ്റും. മാത്രമല്ല ഈ ആനക്ക് മൂക്കിൽ എറമ്പ് കയറി കഴിഞ്ഞാൽ ചത്തു ഡയോ തന്നെ. പണ്ട് നീ അടുത്ത ജന്മത്തിൽ എറുമ്പ് ആനയുടെ മൂക്കിയിരിക്കും, അതിന് ചാവും. ഞാൻ ആനയായിരിക്കും, ഇന്ന വല്ല ഒറാങ്കുട്ടാനാ, നീ മറ്റാ ചിമ്പാൻസിയാ, മറ്റാ ക്ലോ ചിമ്പാൻസി, അതേപോലെ വല്ല നീ ആവും. വേറൊരു ഇതുണ്ടാ ചിമ്പാൻസി, പെമ്പിള്ളേരെ കാണാൻ കയറി, നീ കണ്ടിട്ടില്ലേ? മറ്റേ അതെന്തൊരു കഴപ്പ് പിടിച്ച ചിമ്പൻസി. കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഇന്തോനേഷ്യയിലെ ബാലിയിലും കണ്ടാണ്. അവനെ കണ്ടാലറിയാടാ ഒരു വെടല കുരങ്ങനാണ്. കള്ളല്ല അവനെ, അവൻ പരമ്പര ഇങ്ങനെ നിൽക്കൂടാ. ആദ്യമൊക്കെ മര്യാദക്ക് ഇങ്ങനെ തടവി നിന്നിട്ട് ഇങ്ങനെ ഇവന്റെ അപ്പൂപ്പ കഴിഞ്ഞാഴ്ച പറഞ്ഞോളൂ, അടുത്ത ജന്മം കുരങ്ങനായിട്ട് ജനിക്കണം. ഇവന്റെ അപ്പൂനെ നീ എങ്ങനെ ഉണ്ട്? അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ദിസ് ഇസ് ഡികെ ലിലി സൈനിങ് ഓഫ്. സൈനിങ് ഓഫ്. അയ്യോ ഉണ്ണി സൈനിങ് ഓഫ്. അപ്പം അടുത്തൊരു ടോപ്പിക്ക് നമ്മൾ എല്ലാ ആഴ്ചയിലും വീഡിയോ ഇടുമായിരിക്കും അല്ലേടാ? ഇടും. പിന്നെ സിമ്പിളായിട്ട് ഇതിപ്പോൾ നമ്മൾ തട്ടിക്കൂട്ട് ചെയ്തതാണ് എന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം വന്ന് മീറ്റ് ചെയ്തു, ഇങ്ങനെ സുനാപ്പി ചെയ്യാം. സോ മൈക്ക് കൊത്തി വെച്ച് ഈ സാധനം എടുത്ത് വെച്ചിട്ട് അവരതൊക്കെ വിളിച്ച് പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടിട്ട് അത് അപ്പോൾ പറഞ്ഞു വന്ന ഇത്ര കാര്യമുള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ എന്ത് ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിക്കണം നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി, നമ്മൾ സംസാരിക്കാം. ഓക്കെ, ചർച്ച വിഷയം. അതെ അതെ. കൊമ്പനൊക്കെ പറഞ്ഞു യവനാനെ പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാനില്ല. നിങ്ങൾ മറ്റേ ബാലിയിൽ പോയി കുരങ്ങന്റെ പിടി പിടിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. യവനാണ് യവൻ ഡിപ്രഷനാണെന്നാണ് പറഞ്ഞത്. അല്ല ചുമ്മാ അത് അടി കൂടെ. അപ്പൊ ബൈ ബൈ, അടുത്ത എപ്പിസോഡിൽ കാണാം. ദിസ് ഇസ് ഡികെ ലിലി. അപ്പൊ ദിസ് ഇസ് ഡികെ ലിലി സൈനിങ് ഓഫ്. ബൈ. നമസ്കാരം. ബൈ. ബൈ.